26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, അതായത് യുക്രൈൻ റഷ്യ യുദ്ധസമയത്തും അതിനുശേഷം ഉണ്ടായ ഈ കാലഘട്ടത്തിലൊക്കെ സ്വർണത്തിൽ വന്നിരിക്കുന്ന മാറ്റം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഈ പറയപ്പെട്ട റഷ്യ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് സ്വർണത്തിൻ്റെ വില ഒരു 60,000 രൂപയിലോ മറ്റോ, ഒരു പവന് 60,000 രൂപ എന്ന രീതിയിൽ നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് അത് 1,31,000 രൂപയുടെ മുകളിൽ പോകുന്നത്. നമുക്കറിയാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആഗോള അശാന്തിയാണ് എന്ന്. അപ്പോൾ ഈ ആഗോള അശാന്തി ഇതാ തീർന്നു, ഇതാ വെടിനിർത്തലായി എന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ പെട്ടെന്ന് വീണ്ടും അശാന്തി സൃഷ്ടിക്കുകയാണ്. ഒന്നുകിൽ ഇസ്രായേൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന്, അതായത് ഈ ഇറാൻ്റെ ഏതെങ്കിലും ഒരു സഖ്യകക്ഷിയുടെ അവിടെ കൊണ്ടുപോയി ബോംബിടുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും വീണ്ടും ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണെങ്കിൽ, അതിനിടയ്ക്ക് ട്രംപിൻ്റെ അമേരിക്കയിൽ തന്നെ പ്രതിഷേധം ഉണ്ടായി. അമേരിക്കയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായി, നമുക്കറിയാം. അപ്പം എന്നിട്ടൊന്നും ഇതിനൊരു അറുതി വരുത്താൻ പറ്റിയില്ല എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ, അതായത് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം ഇങ്ങനെ തുടർന്നാൽ സ്വർണത്തിൻ്റെ വില ഓണമായാലും എന്തായാലും ഇങ്ങനെ ഏറിയും ഇറങ്ങി, അതായത് 1,00,000 ചുറ്റുവട്ടത്തിൽ കിടന്ന് കളിക്കാനേ സാധ്യതയുള്ളൂ, താഴേക്ക് പോരാനുള്ള സാധ്യത ഒട്ടുമില്ല. അതേ സമയത്ത് യുദ്ധം നാളെ പൂർണ്ണമായിട്ടും വിരാമമാകുന്നു എന്ന് വച്ചോളൂ, സ്വർണത്തിൻ്റെ വില ഓണമാകുമ്പോഴത്തേക്കും ഒരു 80,000 എന്ന രീതിയിലൊക്കെ താഴേക്ക് വരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഈ സംഘർഷം തുടരുന്ന പക്ഷം സ്വർണത്തിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവില്ല, താഴേക്ക് വരാനുള്ള സാധ്യതയില്ല. ഇതുപോലെ കയറി ഇറങ്ങി ഇരിക്കും. അതാണ് സാധ്യത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.